ചിട്ടയോടുകൂടി തന്നെയാണ് അവര് ഈ കരക്കാരൻ ഭക്തജനങ്ങളുടെ അനുഗ്രഹത്തോടെ ബലിപ്രതിമയുടെ സഹായത്തോടെ ഈ വലിയ കാളയെ വട്ടമടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര തിരുമറ്റത്ത് ക്ഷേത്രത്തിന്റെ തിരുമുമ്പിൽ ഭഗവതിക്ക് പടിഞ്ഞാറുകരയുടെ വലിയ കാളയും ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് വയറ്റിൽ പടിഞ്ഞാറുകരയുടെ വലിയ കാളയും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മല്ലിയക്കരയുടെ വലിയ കാളയുമാണ് വട്ടമടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ കാളങ്ങളുടെ വട്ടമടി പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് നിരവധിയായ ചെറിയ കെട്ടിടപ്പടികൾ ഈ ക്ഷേത്ര തിരുസന്നിധിയിൽ വട്ടമടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് 9 മണിക്കാണ് ഏഴംകുളത്തമ്മയ്ക്ക് സ്വീകരണം എന്ന ചടങ്ങ് വെച്ചിരിക്കുന്നത്. അത് സമയബന്ധിതമായി തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നൂറുകണക്കിന് കരക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ കാളയുടെ വട്ടവടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര തിരുമറ്റത്ത് 3 വലിയ കാളകളാണ് വട്ടമടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയക്കരയുടെ വലിയ കാളയും ഭഗവതിക്ക് പടിഞ്ഞാറുകരയുടെ വലിയ കാളയും വയലിൻ പടിഞ്ഞാറുകരയുടെ വലിയ കാളയും ഈ 3 വലിയ കാളകളുടെ വട്ടവടി നമ്മുടെ ഈ വലിയ കാളയും തീരുകളും ഒക്കെ വളരെ ഭംഗിയായി തന്നെയാണ് നമ്മുടെ വട്ടവടിക്കാൻ സാധിച്ചത്. വലിയക്കരയിലെ വലിയ കാളെ വളരെ ഭംഗിയായി തന്നെ അത് വട്ടവടിച്ച് നമ്മുടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ പതിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കരകളിലെയും വലിയ നടത്തിയത് നമ്മുടെ പ്രദേശത്തിൽ വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ ഈ ഉത്സവത്തിന് കിട്ടിയത്. അത് ഗുരുപ്രസവയുടെ കൃപാകടാക്ഷം എന്ന് തന്നെയാണ് നമുക്ക് അവകാശപ്പെടുവാനുള്ളത്. അമ്മയുടെ ആദ്യപ്പെരുന്നാൾ മഹോത്സവത്തോടനുബന്ധിച്ച് അമ്മയുടെ സന്താനങ്ങൾ അണിയിച്ചിരിക്കുന്ന ഈ കുട്ടിക്കാഴ്ചകൾ വളരെ ഭംഗിയായി ഈ ഒരു കൊല്ലത്തെ അധ്വാനത്തിന്റെ ഫലമായി അണിയിച്ചിരിക്കുകയും ഈ കെട്ടുകാഴ്ചകളൊക്കെ ഭംഗിയായി ഇവിടെ വട്ടമടിക്കണമെന്നുള്ളത് ഗുരുപ്രസവയുടെ നാം ഇന്നിവിടെ ഈ കെട്ടുകാഴ്ച ക്ഷേത്ര നീളമായിട്ട് ഭൂമി വാരിയിട്ടാൽ താഴാത്ത ജനതയായിരുന്നു ഈ സന്ധ്യാസമയത്ത്. അസ്തമയ സൂര്യന്റെ ചെറിയതിരികൾ പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് തന്റെ താഴെക്കുടത്തുകളിൽ പതിച്ചപ്പോൾ പൊന്നൊരുപ്പുറത്തിന്റെ അനുഗ്രഹ വർഷത്തിനായി ഇവിടെ 10,000 ജനസഹസ്രങ്ങളാണ് തിരിച്ചുകൂടിയത്. അവർക്കേവർക്കും ആത്മഹർഷത്തിന്റെ ജന്മസാഫല്യത്തിന്റെ നിമിഷങ്ങൾ സമാനിച്ചുകൊണ്ടാണ് ഈ കെട്ടുകാഴ്ച ഇവിടെ നടന്നത്. ഒരിപ്പുറം കെട്ടുകാഴ്ച, പുകൾപ്പറ്റ വിശ്വപ്രസിദ്ധമായ ഒരിപ്പുറം കെട്ടുകാഴ്ച. ഇന്നത്തെ ഈ ദിവസത്തെ ഈ കെട്ടുകാഴ്ചകൾ ഈ ഒരുപാട് കെട്ടുകാഴ്ചകളുടെ ഒറ്റമടിയോടുകൂടി സമാപിക്കുകയാണ്. സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, നാളെയും നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്നതാണ്. നാളെ രാവിലെ നമുക്ക് 9 മണിയോടുകൂടി ഈ കെട്ടുടിപ്പുകളെല്ലാം തന്നെ അമ്മയുടെ തിരുസന്നിധിയിൽ വീണ്ടും വട്ടമടിക്കുന്നതാണ്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലും പതിവില്ല. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും 2 ദിവസം കെട്ടുകാഴ്ചയില്ല. പൊന്നൂരിപ്പുറത്തമ്മയുടെ തിരുസന്നിധിയിൽ ഇവിടെ വരുന്ന കെട്ടുകാഴ്ചകൾ നാളെ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് എത്രമാത്രം ഈ കെട്ടുടിപ്പുകൾ അമ്മയെ കാണിച്ചിട്ട് അമ്മയുടെ മതിയാകുന്നില്ല, തൃപ്തി വരുന്നില്ല. അവർക്ക് വീണ്ടും അമ്മയെ ഈ തിരുമുൽക്കാഴ്ചയിൽ കാണിച്ച് അമ്മയെ സന്തോഷിപ്പിക്കണം. കാരണം തട്ടയിൽ ഭഗവതി അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ഊണിനും ഉറക്കത്തിലും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപ്പുറത്തമ്മയെ എന്ന് വിളിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഇവിടെ അധിവസിക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും ഇടത്തരക്കാരും തെങ്ങി നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രമാത്രം വലിയ രീതിയിൽ കെട്ടുകാഴ്ചകൾ നടത്തുക തീവ്രമായ ഗാഠമായ ഭക്തിക്ക് മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ തെളിയിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ ഒരുപാട് ഭഗവതി സമാനമായ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ പുറം വെച്ച ഈ കനക കാന്തി ചൊരിയുന്ന ഈ സ്വർണ്ണപ്രഭ ശ്രീകോവിൽ വളരുന്ന ഒരു തമ്പുരാട്ടിയുടെ അനുഗ്രഹ അതിരേകത്താൽ നമുക്ക് എന്താണ് സാധിക്കാത്തത്? സുഹൃത്തുക്കളെ, അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമുക്ക് സാധിക്കും. വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ കരക്കാരും ഇവിടെ ഭാഗമേൽക്കുന്നത്. വല്ലൊരുപ്പുറത്തുമാക്കായി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ചിന്തയോട് കൂടിയാണ് ഓരോ സുദിനവും അവർ ഉണർന്നെഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള ദേവത നേരത്തെ സൂചിപ്പിച്ചു, ഒരുപ്പുറത്ത് ഭഗവതി അവരുടെ മാത്രമല്ല, ഒരു ദേവത മാത്രമല്ല, അത് അവരുടെ പ്രാണനാണ്. അതുകൊണ്ടാണ് അവർ കരവരിയെടുത്ത്
കാവൽ കിടന്ന് സമാധാനം ചെയ്താണ് ഈ കെട്ടിടപ്പണികൾ പ്രതിനിധീകരിക്കുന്നത്. ഓരോ കെട്ടിടപ്പണികളുടെ മുമ്പിലും ത്യാഗത്തിന്റെ അശ്രാന്തമായ പരിശ്രമത്തിന്റെ നിരവധി കഥകളാണുള്ളത്. ഈ വലിയ അമ്പരചുംബികളായ തേരുകളെ കെട്ടി ഉയർത്തുവാൻ 30 ദിവസത്തിൽ കൂടുതലായ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട്. 15 ലക്ഷത്തിൽ പരം രൂപ ഓരോ തേരുകളും കരക്കാർ ചിലവാക്കുന്നുണ്ട്. ഏതാണ്ട് 3 കോടി രൂപയോളം ഒരു ക്ഷേത്രോത്സവത്തിന് നമ്മുടെ ഈ നാട്ടിൽ ചിലവാകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത്ര വലിയ ഒരു മഹോത്സവമാണ് ഈ കൊച്ചു ഗ്രാമം നടത്തുന്നത്. അതിന് നമുക്ക് സാധിക്കുന്നത് ഒരു പ്രതിബദ്ധതയോടുള്ള ഉത്കടമായ ആ ഭക്തി കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രോത്സവമാണ് ഇന്ന് ഈ ഭക്തരെ കൊണ്ട് നിറയുകയാണ്. സുഹൃത്തുക്കളെ, ഗരുഡൻ തൂക്കം കാണുന്നത് ഏറ്റവും മംഗളകരമായ ചടങ്ങാണെന്നും പാപഹരണം എല്ലാ സർവ്വപാപങ്ങളെയും ഹരിക്കുന്ന സർവ്വപാപങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഗരുഡൻ തൂക്കം. പുണ്യപ്രദമായ ചടങ്ങാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് തന്നെ ഈ ഗീതസംഗീതത്തിലേക്ക് നാളെ രാവിലെ 6 മണിക്ക് ഒഴുകിയെത്തുന്നത്. അതിനുശേഷം ഏതാണ്ട് 9 മണിയോടുകൂടി ഇന്നലെ ഈ കെട്ടിടപ്പണികൾ എന്നിവിടെ ചിട്ടയോടുകൂടി ഒത്തുപിടിച്ച മുഴുവൻ കെട്ടിടപ്പണികളും വീണ്ടും ഒരിക്കൽ കൂടി ഈ തിരുസന്നിധാനത്തിൽ ഈ തിരുമുറ്റത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുപിടിക്കുകയാണ്. ഇന്ന് കാണാൻ പറ്റാത്തവർക്ക് നാളെ കാണാം. നാളെ വരുന്നവർക്ക് തൂക്കവും കാണാം. നേർച്ച തൂക്കം കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന സവിശേഷമായ വഴിപാടാണ് നേർച്ച തൂക്കം. ഇഷ്ടസന്താനത്തിലേക്കും ആരോഗ്യ സൗഖ്യത്തിനുമായി നടത്തപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് നേർച്ച തൂക്കം. 180ഓളം നേർച്ച തൂക്കങ്ങളാണ് നാളെ ഈ ക്ഷേത്ര സമിതിയിൽ നടത്താൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് തൂക്കുന്നത്. 4 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഈ ക്ഷേത്രത്തിൽ തൂക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ ആർക്കും തൂക്ക വഴിപാട് നേരിടാമെങ്കിൽ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ വഴിപാടാണ് നടത്തുന്നത്. ജനിച്ച 1 വയസ്സ് പ്രായമായ 4 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലും. അങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ തൂക്കമാണ് നടക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ വളരെയധികം ആറ്റുനോറ്റ് പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. ഇതിന്റെ പ്രത്യക്ഷമായ വഴിപാടാണ് ഈ നേർച്ച തൂക്കം. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കെട്ടുകാലത്തിന് ശേഷം നമുക്ക് നേർച്ച തൂക്കം ആരംഭിക്കാം. അതുകൊണ്ട് നാളെ വരുന്നവർക്ക് കെട്ടുകാഴ്ചയും കാണാം, തൂക്കവും കാണാം. വെളുപ്പിനെത്തിയാൽ ഇടത്തൂക്കവും കാണാം. എല്ലാവരും ഐതിഹാസികമായ ഐതിഹ്യപരമായ ബന്ധം അല്ലാതെ തന്നെ ആചാരപരമായ ബന്ധങ്ങളല്ലാതെ തന്നെ വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അത് ഈ ഇരു ദേശങ്ങളും തമ്മിലുണ്ട്. ഏതെങ്കിലും ദേശവും ദേശവും തമ്മിലും ആ ബന്ധം ദൃഢമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതീകമെന്ന കൂടിയാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത്. നമുക്ക് അല്പസമയത്തിൽ നടത്തണം. നമുക്ക് ഏതെങ്കിലും ഭഗവതിയെ ക്ഷേത്രത്തിന്റെ കിഴക്കേ ആത്രയിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കെട്ടിടപ്പണികളും ഒത്തുപടി പൂർത്തിയാക്കി പന്തിയിലേക്ക് പിടിച്ചു വെക്കുന്നതിന് ബഹുമാനരായ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള മുഴുവൻ കെട്ടിടപ്പണികളും നിങ്ങൾ എല്ലാവരും സഹകരിച്ച് ഇത് പന്തിയിലേക്ക് പിടിച്ചു വെക്കണം. അടുത്ത ചടങ്ങിലേക്ക് കയറണം. നാളെ സമയമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഭഗവതിയെ വരവേൽക്കുന്നത് കാണാനായിട്ട് ഒരു വലിയ പുരുഷാരം കാത്തുനിൽപ്പുണ്ട്. മാത്രമല്ല, ആ ചടങ്ങ് ഏറെ താമസിച്ചാൽ ഇവിടുത്തെ മറ്റ് പല ചടങ്ങുകളെയും അത് ബാധിക്കും. ഇനി അമ്മയ്ക്ക് ദീപാരാധന നടത്തണം, അത്താഴപൂജ നടത്തണം. ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ ഈ കെട്ടുകാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങൾ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും, ദേവീ ഭക്തരായ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വട്ടമുടി പൂർത്തിയാക്കിയ ഈ കെട്ടിടപ്പണികളെല്ലാം തന്നെ പന്തിയിലേക്ക് പിടിച്ചു വെക്കുക. നമുക്ക് അടുത്ത ചടങ്ങ് നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും സഹകരിക്കുക. കെട്ടിടപ്പണികൾ മുമ്പോട്ട് മാറ്റുക. കെട്ടിടപ്പണികളെല്ലാം മുമ്പോട്ട് മാറട്ടെ. വട്ടമുടി പൂർത്തിയാകുന്ന പന്തിയിലേക്ക് കയറ്റുക. ദയവായി സഹകരിക്കണം. ഇനി കൂടുതൽ നമുക്ക് സമയം പറയാനില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഈ ഏഴംകുളത്ത് ഭഗവതിയുടെ സ്വീകരണത്തിന് ശേഷം നമുക്ക് അവയുടെ തിരുവെഴുന്നള്ളത്തുണ്ട്. അംഗജീവനമേറിയ ഒരു ഭഗവതി ക്ഷേത്ര തിരുമുറ്റത്ത് 3 പ്രാവശ്യം വടംവെക്കുന്ന പ്രതീക്ഷാ ചടങ്ങ് തിരുവെഴുന്നള്ളത്ത് നടക്കുന്നുണ്ട്. പലർക്കും അറിയാമെന്ന ഒരു കാര്യമാണ്. ചൊരിഞ്ഞുകൊണ്ട് ഈ താഴികം വെച്ച ഈ കനക കാന്തി ചൊരിയുന്ന ഈ സ്വർണ്ണ ശ്രീകോവിൽ വളരുന്ന ഒരു തമ്പുരാട്ടിയുടെ അനുഗ്രഹ അതിരേകത്താൽ നമുക്ക് എന്താണ് സാധിക്കാത്തത് സുഹൃത്തുക്കളെ? അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമുക്ക് സാധിക്കും.
ഇനി വീണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ കരക്കാരും ഇവിടെ ഭരണമേൽക്കുന്നത്. കൊല്ലൊരുപ്പുറത്തുമായിക്കായി തങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുന്ന ചിന്തയോട് കൂടിയാണ് ഓരോ സ്വതനവും അവർ ഉണർന്നെഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള ദേവത നേരത്തെ സൂചിപ്പിച്ചു, ഒരുപ്പുറത്ത് ഭഗവതി അവരുടെ മാത്രമല്ല, ഒരു ദേവത മാത്രമല്ല, അത് അവർക്ക് അവരുടെ പ്രാണനാണ്, അവർക്ക് പ്രാണനാണ്. അതുകൊണ്ടാണ് അവർ കരവരിയെടുത്ത് കാവൽ കിടന്ന് സമാധാനം ചെയ്താണ് ഈ കെട്ടിടപ്പണികൾ പ്രതിനിധീകരിക്കുന്നത്. ഓരോ കെട്ടിടപ്പണികളുടെ മുമ്പിലും ത്യാഗത്തിന്റെ അശ്രാന്തമായ പരിശ്രമത്തിന്റെ നിരവധി കഥകളാണുള്ളത്. ഈ വലിയ അമ്പരചുംബികളായ തേരുകളെ കെട്ടി ഉയർത്തുവാൻ 30 ദിവസത്തിൽ കൂടുതലായ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട്. 15 ലക്ഷത്തിൽ പരം രൂപ ഓരോ തേരുകളും കരക്കാർ ചിലവാക്കുന്നുണ്ട്. ഏതാണ്ട് 3 കോടി രൂപയോളം ഒരു ക്ഷേത്രോത്സവത്തിന് നമ്മുടെ ഈ നാട്ടിൽ ചിലവാകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത്ര വലിയ ഒരു മഹോത്സവമാണ് ഈ കൊച്ചു ഗ്രാമം നടത്തുന്നത്. അതിന് നമുക്ക് സാധിക്കുന്നത് ഒരു പ്രതിബദ്ധതയോടുള്ള ഉത്കടമായ ആ ഭക്തി കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രോത്സവമാണ് ഇന്ന് ഈ